ഇന്നത്തെ വീഡിയോയിൽ 2023 പുറത്തു വന്ന കുറച്ച് സ്ലാഷർ ത്രില്ലർ സിനിമയുടെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മൊത്തം ചോരക്കളികൾ, നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആ ടൈപ്പ് സിനിമകൾ. ഇതിൽ ഹൊറർ സിനിമകളും ഉണ്ട്. അപ്പൊ ഈ വിൽ ഡെഡ് റൈസ് ഒക്കെ കണ്ടവർക്ക് തീർച്ചയായിട്ടും അറിയാം, ഒരുപക്ഷെ ആ സിനിമയൊക്കെ ആയിരിക്കാം ഈ പേരിന് യോജിച്ച സിനിമകൾ. പക്ഷെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ അത്രയും അങ്ങ് പോവാതെ കുറച്ചുകൂടി ഒരു സ്റ്റോറി ബേസ്, അതായത് നല്ലൊരു സ്റ്റോറി ലൈൻ ഒക്കെ ഉള്ള സിനിമകളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു 5 സിനിമകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പൊ അതിലോട്ട് പോകാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. അതിപ്പോൾ സിനിമയെ പറ്റിയുള്ളതായാലും വീഡിയോയെ പറ്റിയുള്ളതായാലും. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമസ്കാരം, മൂവി സറൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പറഞ്ഞ പോലെ തന്നെ 5th പൊസിഷനിലുള്ള സിനിമ 2023 പുറത്തു വന്ന ഒരു അമേരിക്കൻ അപ്പോകാലിപ്റ്റിക് ഹൊറർ സൈക്കോളജിക്കൽ ഫിലിമാണ് നോക്ക് അറ്റ് ദ ക്യാബിൻ. 7 വയസ്സുള്ള വെന്നിന് എറിക്കും ആൻഡ്രിയും അച്ഛന്മാരാണ്. ഒരു ദിവസം രാവിലെ വെന്നിങ്ങനെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചകലെ മാറി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപരിചിതൻ, ലിയോനാർഡ് എന്ന് പറയുന്ന ഒരു അപരിചിതൻ, പുള്ളി നമ്മുടെ വെന്നിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയും, കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. ശേഷം വെന്നിനോട് പറയുന്നു, ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് നീയും നിന്റെ അച്ഛന്മാരും ഞങ്ങളെ സഹായിക്കണം എന്നിങ്ങനെ വെന്നിനോട് പറഞ്ഞു. വെന്നിന് പെട്ടെന്നൊന്നും മനസ്സിലായില്ല, ഇയാളിങ്ങനെ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നു. പക്ഷേ ഇയാളുടെ പിന്നാലെ വന്ന ആയുധധാരികളായിട്ടുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പോൾ വെന്നിന് പേടിയായി. വെന്നിന് മാത്രമല്ല, വെന്നിന്റെ അച്ഛന്മാർക്കും പേടിയായി. ഇവരെ തടയാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ ആയുധധാരികളായിട്ട് വന്ന ഈ ഗ്യാങ്ങിനെ തടയാനായിട്ട് അച്ഛന്മാരും വെന്നും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല. അവരെ തടയാനായിട്ട് പറ്റുന്നുമില്ല. ഇവരെ അകത്ത് കയറി ഈ അച്ഛന്മാരെ ബന്ധിതരാക്കുന്നു. പിന്നെ മുന്നോട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോകുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയ്ക്കുള്ളിലുള്ളത്. തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെ. വളരെ ശാന്തമായിട്ടാണ് സിനിമ ആരംഭിക്കുന്നത്. പിന്നെ മുന്നോട്ട് പോകും തോറും വൈകാരികമായിട്ട് നമ്മളെ വല്ലാതെ സിനിമ കണക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ സ്വവർഗ അനുരാഗം, ആ ഒരു കാര്യത്തോടുള്ള മനുഷ്യരുടെ ഒരു കാഴ്ചപ്പാടൊക്കെ ഡയറക്ടർ നമ്മളോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് സിനിമയിൽ എനിക്ക് തോന്നി. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെ. വ്യത്യസ്തത ആഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. സിനിമ ആമസോൺ പ്രൈമിൽ സിനിമ അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ 4th പൊസിഷനിലുള്ള സിനിമ 2023 തന്നെ പുറത്തു വന്ന ഒരു അമേരിക്കൻ ഹൊറർ ഫിലിമാണ് ഫോർട്ട്. സിനിമയിൽ നമ്മുടെ കഥാനായകന് ബ്രെയിൻ ക്യാൻസർ ആണ്. അപ്പൊ ആകപ്പാടെ ഇങ്ങനെ മനസ്സുമെടുത്ത് നിൽക്കുവാണ്. ചിലപ്പോൾ ഇനിയിപ്പോൾ 1-2 മാസം കൂടി കണ്ടേക്കാം, അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. ഇങ്ങനെ ഇരിക്കുകയാണ് ഈ ക്യാൻസർ മീറ്റപ്പ്, അതായത് ക്യാൻസർ രോഗികളുടെ ഒരു സംഗമം അല്ലെങ്കിൽ ഒരു കൂടിച്ചേരൽ, അങ്ങനെ ഒരു മീറ്റപ്പ് വന്നത്. അവിടെ പോയി നമ്മുടെ നായകനും പങ്കെടുക്കുവാണ്. നായകൻ അവരോട് തന്റെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നു, തന്റെ പ്രശ്നങ്ങൾ പറയുന്നു. അവിടെ വെച്ച് ഒരാളെ പരിചയപ്പെടുന്നു. ആ ആള് ക്യാൻസർ രോഗി തന്നെയാണ്. അതങ്ങനെ അവിടെ തീരുന്നു. പിന്നീട് ഒരിക്കൽ ഈ ക്യാൻസർ മീറ്റപ്പിൽ വെച്ച് കണ്ട ഇയാളെ കാണാനായിട്ട് നായകൻ പിന്നെയും കാണാനായിട്ട് ഇടയാകുന്നു. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാളുടെ രോഗം മൊത്തം മാറി. അതായത് ഈ പരിചയപ്പെട്ട ആളുടെ രോഗം മൊത്തം മാറിയിട്ടുണ്ട്. അയാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായി. ഇത് കണ്ട നായകൻ ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിച്ചു, നിന്റെ രോഗമൊക്കെ എങ്ങനെയാണ് മാറിയിരിക്കുന്നത് എന്ന് നായകൻ അയാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നു, ഞാൻ ഒരു ഡോക്ടേഴ്സ് ടീമിന്റെ അടുത്ത് ചെന്നു. അതായത് ക്യാൻസർ രോഗം മാറാനുള്ള എക്സ്പെരിമെന്റൽ ട്രീറ്റ്മെന്റ് നടത്തുന്ന ഡോക്ടേഴ്സിന്റെ അടുത്ത് ഞാൻ ചെന്നു. അവരാണ് എൻ്റെ രോഗം ഭേദമാക്കിയെന്നുള്ളത് നമ്മുടെ നായകനോട് പറയുന്നു. ഇത് കേട്ട നായകൻ പിന്നെ ഒന്നും ചിന്തിക്കാതെ 2 കൽപ്പിച്ച് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ഇതിനുശേഷം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നടക്കുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്കുള്ളിലും ഉള്ളത്. സോ എന്ന ഫ്രാഞ്ചൈസിയിലെ ഒരു ഭാഗം തന്നെയാണ് ഫോർട്ട് എണ്ണം. ഇത് ആദ്യം മുതലൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കാണുക. എനിക്ക് എന്തായാലും ഈ സിനിമയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഇതിലെ വില്ലനായിട്ടുള്ള നമ്മുടെ നായകൻ, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എഴുതപ്പെട്ട വിധം തന്നെയാണ്. അത്രയ്ക്ക് ടെററായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ സിനിമയിൽ അദ്ദേഹം. അതുപോലെ തന്നെ സിനിമയുടെ ഇപ്പോൾ ഓവറോൾ CG VFX വർക്കായാലും സൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ വർക്കായാലും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതൊക്കെ തിയേറ്ററിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അത്രയ്ക്ക് എന്താ പറയുക, നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും ഇത്. അപ്പൊ എന്തായാലും കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സിനിമ കാണുക. ആമസോൺ പ്രൈമിൽ സിനിമ അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ 3rd പൊസിഷനിലുള്ള ചിത്രം 2023 തന്നെ പുറത്തു വന്ന ഒരു ത്രില്ലർ മൂവി തന്നെയാണ് സ്ക്രീം 6. സ്ക്രീം ഫിലിം സീരീസിന്റെ ഒരു സീക്വൽ മൂവി തന്നെയാണ് സ്ക്രീം 6ഉം. അപ്പൊ ആദ്യം മുതൽ കാണാൻ ആഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാണുക. അങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ക്യാരക്ടർ വൈസ് ഒരു ഐഡിയ ഒക്കെ കിട്ടും, ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടും. പക്ഷെ ഇത് തന്നെ കണ്ടാലും വേറെ വിഷയമൊന്നുമില്ല, നമുക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും. മനസ്സിലാകാതിരിക്കാൻ പാകത്തിനുള്ളതൊന്നും സിനിമയ്ക്കുള്ളിലില്ല. അപ്പൊ എന്തായാലും ആദ്യം മുതൽ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ആദ്യം മുതൽ കാണുക. ഞാൻ എന്തായാലും മൊത്തത്തിൽ ഇതിന്റെ ബേസിക് ഒന്ന് പറയാം.
നമ്മുടെ ട്രെയിലറിൽ അല്ലെങ്കിൽ നമ്മൾ മൂവി പോസ്റ്ററിലൊക്കെ കാണുന്ന പോലെ ഒരു മുഖംമൂടി ഇട്ട ഒരാൾ. ആ ആൾ ഒരു 7-8 പേര് ചേരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൽ അംഗമാണ് അയാൾ. അയാൾ തൻ്റെ ഗ്രൂപ്പിലുള്ള ബാക്കി ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഈ മുഖംമൂടി ഇട്ട ആൾ. ഇവരെല്ലാം ഇയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഈ ആളുടെ കയ്യിൽ നിന്ന്, അതായത് മുഖംമൂടി ഇട്ട ഇയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള കാര്യം അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്തായാലും കഥയുടെ അവസാനം ആരാണ് ഈ കൊലയാളി, ഈ മുഖംമൂടി ഇട്ട ആൾ ആരാണെന്നുള്ള കാര്യവും റിവീൽ ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ സ്ക്രീം 6 തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു സിനിമ. കാരണം ക്ലൈമാക്സിൽ ട്വിസ്റ്റ്, ആ കാര്യം ഞാൻ എന്തായാലും പ്രിഡിക്റ്റ് ചെയ്തൊരു കാര്യമല്ല, അൺപ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം. അതുപോലെ തന്നെ ഇപ്പൊ എന്താ ഞാൻ പറയാ, ഞാൻ ഇപ്പൊ ബേസിക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തീർന്നു. പക്ഷെ സിനിമ ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് തീരില്ല. അത്രത്തോളം ത്രില്ലിംഗ് ആയിട്ട് അല്ലെങ്കിൽ എൻഗേജിങ് ആയിട്ട് ഇനി അടുത്തത് ആര് എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തി തന്നെയാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ രീതിയിൽ തന്നെയാണ് അത് എഴുതി കൊണ്ടുവന്നേക്കുന്നത്. ഓവറോൾ സിനിമയുടെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ വർക്കായാലും മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിന്റെ വർക്കായാലും പെർഫോമൻസ് വൈസ് അതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സിനിമയിൽ തോന്നിയത്. അപ്പൊ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സിനിമ കാണുക. ഇതുപോലെ തന്നെ രണ്ടാമത്തെ പൊസിഷനിലുള്ള സിനിമ ഒരു അർജന്റീനിയൻ സൂപ്പർ നാച്ചുറൽ സൈക്കോളജിക്കൽ ഹൊറർ ഫിലിമാണ് വെൻ ഈവിൾ ലർക്സ്. രാത്രി വീടിന് പരിസരത്ത് നിന്ന് ഒരു വെടിയൊച്ച കേട്ട് പകൽ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് നമ്മുടെ കഥയിലെ 2 സഹോദരന്മാർ. അവരവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ബോഡി കിടപ്പുണ്ട്. ഈ ബോഡി അരയ്ക്ക് താഴോട്ട് മാത്രമേ ഉള്ളൂ, മുകളിലോട്ടില്ല. ഇത് കണ്ടപ്പോൾ അവർ പെട്ടെന്നൊന്ന് പേടിച്ചു. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി അവർ അടുത്തുള്ള ഒരു വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ അതിലും വലിയൊരു സർപ്രൈസ് ഉണ്ട്. അവിടെ ഒരു അമ്മയുണ്ട്, അമ്മയ്ക്ക് ഒരു മൂത്ത മകനുണ്ട്. ഈ മൂത്ത മകൻ കിടന്ന കിടപ്പാണ്. ഇദ്ദേഹത്തിന്റെ ശരീരമാകെ അഴുകി തീരാറായ ഒരു അവസ്ഥ, നമ്മൾ കണ്ട അപ്പം തന്നെ ഇങ്ങനെ കണ്ടെടുക്കുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ശരീരം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒരു ഡീമൻ ബാധിച്ചിരിക്കുകയാണ്. ഈ ഡീമൻ ഭൂമിയിൽ ഒരു ഫിസിക്കൽ ഫോം എടുക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ ശരീരം ഉപയോഗിക്കുകയാണ്. പിന്നെ അങ്ങോട്ടുള്ള ഒരു കംപ്ലീറ്റ് ബ്രൂട്ടൽ ഹൊറർ എക്സ്പീരിയൻസ് തന്നെയാണ് തീർച്ചയായിട്ടും സിനിമ. അപ്പൊ ഈ ടാസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എടുക്കുക. കൂടുതലൊന്നും പറയുന്നില്ല. സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രതീക്ഷ നൽകും. കാരണം ട്രെയിലറിൽ തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്. ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അതുപോലെ തന്നെ സിനിമയുടെ ഓവറോൾ ആ ഒരു മേക്കിംഗ് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം. അപ്പൊ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സിനിമ കാണുക. ഇതുപോലെ തന്നെ ഫസ്റ്റ് പൊസിഷനിലുള്ള സിനിമ ഒരു ഹൊറർ ത്രില്ലർ സിനിമ തന്നെയാണ് ടോക്ക് ടു മീ. ചിത്രത്തില് നമ്മുടെ കഥാനായിക, അദ്ദേഹത്തിന്റെ ഫ്രണ്ട്, ആ ഫ്രണ്ടിന്റെ അനിയൻ, ഇവർ 3 പേരും കൂടി ഇവരുടെ ഫ്രണ്ട്സ് ഹോസ്റ്റ് ചെയ്ത ഒരു പാർട്ടിക്ക് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗെയിം ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ച ആൾക്കാരുടെ ആത്മാവിനെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു നിശ്ചിത സമയത്തേക്ക് നമുക്ക് ആവാഹിക്കാനായിട്ട് പറ്റും. അതായിരുന്നു ആ ഗെയിം. അപ്പൊ നമ്മുടെ നായികയും ഈ ഗെയിമിലേക്കൊന്ന് ഇറങ്ങാനായിട്ട് അല്ലെങ്കിൽ ഗെയിമിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. പിന്നീട് സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഡാനി ഫിലിപ്പോ, ബിൽ ഹിൻസ്മാൻ, ഇവർ 2 പേരും കൂടിയിട്ടാണ് സിനിമയ്ക്ക് കഥ എഴുതിയിരിക്കുന്നത്. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് തന്നെയാണ് സിനിമയ്ക്കുള്ളിലുള്ളത്. നല്ല രീതിയിൽ തന്നെ അവർ നരേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് സിനിമയ്ക്കുള്ളിൽ. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കും. അത് തന്നെയാണ് സിനിമയുടെ ബലവും. അതുപോലെ തന്നെ നമ്മുടെ ഈ കഥാനായികയുടെ ഫ്രണ്ടിന്റെ അനിയൻ, ഈ അനിയനും ഈ ഗെയിമിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം സിനിമ മുന്നോട്ട് പോകുന്ന ഓരോ സമയം അല്ലെങ്കിൽ ഓരോ നിമിഷവും നമ്മുടെ മനസ്സിലൊരു ക്യൂരിയോസിറ്റി കൊണ്ടുവരും. ഇനി അവരെന്താണോ ചെയ്യുന്നത്, ഇനി അവരെങ്ങനെ രക്ഷപ്പെടും, ഇനി അവരെന്ത് ചെയ്യും, ആ ഒരു ക്യൂരിയോസിറ്റി അടുത്ത ഓരോ നിമിഷവും നമ്മുടെ മനസ്സിൽ നിലനിർത്തി തന്നെയാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് സിനിമ മേക്ക് ചെയ്തേക്കുന്നത്. എനിക്കെന്തായാലും സിനിമ നല്ലപോലെ ഇൻട്രസ്റ്റിംഗ് ആയി അല്ലെങ്കിൽ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ടോക്ക് ടു മീ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതുപോലെയുള്ള വ്യത്യസ്തമായ സിനിമകളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതിന് മുന്നേ പ്രധാന ഒരു കാര്യം, ഈ സിനിമകൾ ഒന്നും തന്നെ കുട്ടികളുമായിട്ടും ഫാമിലിയായിട്ടും കാണാൻ പറ്റുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മുതിർന്നവർ കണ്ട ശേഷം മാത്രം തീരുമാനം എടുക്കുക. അപ്പൊ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സിനിമകളുടെ വിശേഷങ്ങളും റിലീഫ് ആവുന്ന സിനിമയുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.